അച്യുതൻ, മറ്റൊരു വിവരം സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ ഇല്ലാത്തിടത്ത് സ്കൂളുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമാണല്ലോ. മഞ്ചേരിയിൽ എലാമ്പ്രയിൽ അടിയന്തരമായി സർക്കാർ എൽ പി സ്കൂൾ സ്ഥാപിക്കാനാണല്ലോ സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി അച്യുതൻ. ഉന്മേഷ്, മലപ്പുറം വെലാമ്പ്രയിൽ സ്കൂളില്ല എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഹൈക്കോടതി മുൻപിൽ ഒരു കേസ് എത്തിയിരുന്നു. അന്ന് ഹൈക്കോടതി ഇവിടെ സ്കൂൾ സ്ഥാപിക്കണം എന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. എന്നാൽ അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തി. ആ അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതി കർശന നിർദ്ദേശം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എൽ പി സ്കൂൾ എന്ന തരത്തിൽ സ്ഥാപിക്കണം. എൽ പി സ്കൂൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എൽ പി സ്കൂളുകൾ സ്ഥാപിക്കണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ യു പി സ്കൂളുകൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഞ്ചേരിയിൽ എളാമ്പ്രയിൽ അടിയന്തരമായി തന്നെ എൽ പി സ്കൂൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. ഈ സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന ആ ഒരു കാലയളവ് വരെ വിരമിച്ച അധ്യാപകരെ അവിടെ നിയമിക്കാം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കാം എന്നും സുപ്രീം കോടതി അറിയിക്കുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂടി നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.